JC അരുൺ ജോസിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച് ചെയർമാൻ ജെയ്സൺ. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആൽക്കമിയുടെ അവസാന ദിവസത്തിലെ ഈ ഓപ്പണിംഗ് സെഷനിൽ പങ്കെടുക്കുന്നത്. ആൽക്കമി എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു വലിയ ചേഞ്ചിന്റെ ഒരു ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 6 ദിവസങ്ങൾ എന്ന് പറയുന്നത്. സോൺ 20യിലെ ഏറ്റവും പുതിയ 6 ട്രെയിനേഴ്സ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ 6 ദിവസങ്ങളിലായി നമ്മളുമായി സംവദിക്കുകയായിരുന്നു. നമുക്കറിയാം, പുതിയ ആളുകൾ പുതിയ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ അത് നമുക്കൊരു ഒരു മാറ്റത്തിന് കാരണമാകുന്ന, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വെക്കാൻ പ്രേരകമായ ചിന്തകൾ നൽകുക എന്ന ലക്ഷ്യത്തിലാണ് അണീസ് ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഈ 6 ട്രെയിനേഴ്സും സോൺ 20ക്കല്ല JCIക്ക് തന്നെ മൊത്തത്തിൽ ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനവും എനിക്ക് അതിയായ സന്തോഷവും ഉണ്ട് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഇത്തരം ഒരു ഇനിഷ്യേറ്റീവിന് പുറകിൽ ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിച്ച് പുതിയ ട്രെയിനേഴ്സിന് അവസരം ലഭിക്കണമെന്ന സ്വപ്നം പലപ്പോഴായി പങ്കുവെച്ചുകൊണ്ട് അവർ ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ സോൺ ഡയറക്ടർ ജെയ്സണെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഓൺലൈൻ സംഘടിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും അത് അനേകർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തീർച്ചയായും ഈ മുന്നേറ്റത്തിന്, ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ പിറകിൽ പ്രവർത്തിച്ച ജെയ്സണെയും ഒപ്പം തന്നെ നമ്മുടെ 6 സോണിലെ ഏറ്റവും പുതിയ 6 ട്രെയിനേഴ്സിനെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ തന്നെയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇനിയും നമുക്ക് ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ അണിയിച്ചൊരുക്കേണ്ടതുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ ഈ നോമ്പിന്റെ സമയമാണ്, നോമ്പ് തുറക്കലിന്റെയും കൂട്ടായ്മകളുടെയും ഒക്കെ സമയമാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പോലും അത്യാവശ്യം നല്ല നമ്പർ ആളുകൾ ഈ ദിവസങ്ങളിൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി വരും നാളുകളിൽ നമുക്ക് ഏവർക്കും കംഫർട്ടബിൾ ആയ ടൈമിൽ ഇതിപ്പം ഇങ്ങനെ നടന്നു പോയെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന എൻ്റെ ഒരു അഭിപ്രായം, ഇത്തരം ഫിസിക്കൽ പ്രോഗ്രാമുകൾ കൂടി നമുക്ക് അണിയിച്ചൊരുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ 6 ട്രെയിനേഴ്സിനും എസ്പെഷ്യലി ഇന്നത്തെ സെഷൻ എടുക്കുന്ന ഒബിയയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോൺ പ്രസിഡന്റ് JC അരുൺ ജോസ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഇന്നത്തെ സെഷൻ എടുക്കുന്ന നമ്മുടെ ട്രെയിനറെ നമുക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി JCI എറണാകുളം ക്യൂൻബീസിന്റെ 2024 പ്രസിഡന്റ് JC സ്റ്റാൻ റോസ് ഏഞ്ചൽസിനെ ക്ഷണിക്കുന്നു. Good evening, everyone. Upia Jolly, as a speaker, facilitator, and coach, she works towards promotion, thought leadership in institution by providing research-backed information to help individuals transform towards their highest potential through their critical thinking. And she is social and emotional intelligence. She was an assistant professor who quit the job to stand with her passion as a speaker. She is postgraduate of English with Communication Studies from Christ University of Bangalore. She is a part of our JCI Ernakulam Greenpeace. We totally welcome you. Thank you, JC Stan. ഹലോ. താങ്ക് യു JC സ്റ്റാൻ റോസ് ഏഞ്ചൽസ്. അടുത്തതായി നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആൽക്കമി ട്രെയിനിങ് സീരീസിന്റെ ലാസ്റ്റ് സെഷൻ എടുക്കുന്നതിനായി ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ട്രെയിനർ JC ഒബിയ ജോളിയെ ക്ഷണിക്കുന്നു. Thank you, Chair. Good evening, everybody. I hope I am audible. Yes, thank you so much. Okay. So let me begin with the question. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, സ്ഥിരം ചോദിക്കാറുമുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ഇന്ന് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ I want you to be really thoughtful and honest. സത്യസന്ധമായി ആലോചിച്ചിട്ട് വേണം ആ ചോദ്യത്തിന് മറുപടി പറയാനായിട്ട്.
എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന ഒരു ചോദ്യമാണ്, ഒരുപാട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ഇന്ന് ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആലോചിച്ച് ശരിയായ ഉത്തരം സത്യസന്ധമായി മാത്രമാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ പറയേണ്ട കാര്യമില്ല, ചാറ്റ് ബോക്സിൽ എൻറ്റർ ചെയ്താൽ മതി നിങ്ങളുടെ ആൻസേഴ്സ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ 1 word ആൻഡ് പ്ലീസ് റിമെമ്പർ ടു ഇൻക്ലൂഡ് എ സ്മൈലി. നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിന് ഏറ്റവും ചേരുന്ന ഒരു സ്മൈലി കൂടി യൂസ് ചെയ്തിട്ട് അതിന്റെ റെസ്പോൺസ് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. I hope this is clear. So the question is, how are you today? How are you feeling today? Please mark your responses. Please write your responses thoughtfully. ആലോചിച്ചിട്ട് കമന്റ് ബോക്സിൽ ഒന്നിടുവാണെങ്കിൽ സന്തോഷം. Excellent. I am glad I am not seeing fine. ഈ ഫൈൻ എന്നൊരു മറുപടി കേൾക്കുന്നില്ലാത്ത സന്തോഷം. I am waiting to hear from others. Tired? Please type in the chat box. Yes. Okay. With a smiley. Yes. Happy. Thank you so much. Yes. Others? Tired. Dawn is very happy. Others? Hannah, good. You're feeling good. Okay. Are there more responses coming? ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇന്ന് എന്താ ഫീൽ ചെയ്യുന്നേ? How are you feeling today? സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥിരം മറുപടി പറയാറുണ്ട്. So today, yeah, you're feeling great. Great to hear that. Hopeful. Great. Great. Okay. Okay. Thank you so much. Satisfied. Thank you so much. Thank you so much for the response, everybody. അപ്പോ ഈ ഞാൻ പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, കോമൺ ആയിട്ട് പറയാനുള്ള ഉത്തരങ്ങളാണ്. പക്ഷെ ഇന്ന് യു ഹാവ് ടു ബി തിങ്കിങ് ബിഫോർ യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. സോ ഐ എം വെരി ഗ്ലാഡ്. ഫൈൻ എന്നോ ഗുഡ് എന്നോ ഉള്ള ഒരു ആൻസർ അധികം വന്നിട്ടില്ല. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്ന റെസ്പോൺസ് ആണ് ഹൗ ആർ യു എന്ന ചോദ്യത്തിന്. ഇന്ന് ആൾക്കാരെല്ലാം ചിന്തിച്ചു, ടയേർഡ് എന്ന് പറഞ്ഞു, ഹോപ്പ്ഫുൾ എന്ന് പറയുന്നു, സ്പ്ലെൻഡഡ് എന്ന് പറയുന്നു, അങ്ങനെ ഒരുപാട് റെസ്പോൺസസ്. സോ throughout this session, I want all of you to stay the same. അതായത് thoughtful ആയിട്ട്, ഓണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റെസ്പോൺസ്, ഇമോഷൻസ് അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പൊ ഇന്ന് ഈ സെഷന്, എല്ലാ ട്രെയിനിങ് സെഷനെയും തുടക്കത്തിൽ നമ്മൾ പറയുന്നത് പോലെ പ്ലീസ് സ്റ്റേ ആക്റ്റീവ് ത്രൂ ഔട്ട്. അതായത് ഇതൊരു ഫെസിലിറ്റേഷൻ ആണല്ലോ, ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ഐ വാണ്ട് ഓൾ ഓഫ് us to participate together. I'll be just facilitating the session. അപ്പോ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇതിലേക്ക്, വളരെ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇൻ ദ കമന്റ് ബോക്സ് ആൻഡ് ബൈ ഓഡിയോ ആൻഡ് വീഡിയോ. ഓൾസോ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ മാത്രമല്ല, അത് എല്ലാ ട്രെയിനിങ് സെഷനിലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ഐ വാണ്ട് ഓണസ്റ്റ് ആൻഡ് ജെന്യുവിൻ പാർട്ടിസിപ്പേഷൻ. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ ഈ തന്ന ഉത്തരങ്ങളെ പോലെ തന്നെ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, ജെന്യുവിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആണ്, റെസ്പോൺസസ് ആണ് ഇന്നത്തെ ഇമോഷണൽ ഇന്റലിജൻസ് സെഷനിലേക്ക് ഞാൻ നിങ്ങളിൽ നിന്നും റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ ബിഗിൻ ബൈ ഷെയറിംഗ് ദ സ്ക്രീൻ നൗ. Okay. So ഈ ഒരു ടൈറ്റിൽ സ്ലൈഡ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, സ്റ്റിമുലസ് ആൻഡ് ദെൻ there is a space and then there is response. നിങ്ങൾ ചിലർക്കെങ്കിലും ഈ ഒരു ടൈറ്റിലിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും അതിന്റെ റെഫറൻസ് എന്താണെന്നും ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു സെഷൻ അവസാനം ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഒരു സർക്കിൾ ചെയ്തിട്ടാണ് നമ്മൾ വരിക. അപ്പം ലാസ്റ്റ് ഒരു സ്ലൈഡിലേക്ക് വരുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് മീൻസ്. അപ്പോ നമ്മൾ ഇന്ന് ഇത്രയും ഞാൻ പറയാം, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്
ഇറ്റ്സ് അബൌട്ട് ദിസ് സ്പേസ്. ഈ ഒരു സ്റ്റിമുലസിന്റെയും റെസ്പോൺസിന്റെയും ഇടയ്ക്കുള്ള, അതായത് ഒരു പ്രകോപനം അല്ലെങ്കിൽ ഒരു ഉദ്ദീപനം, അതിനൊരു എന്താണ് റെസ്പോൺസ്, നമ്മൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതിനെയും ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്, ഒരു വിടവ്, ഒരു ഇടം. ആ ഒരു ഇടത്ത് വെച്ചാണ് നമ്മുടെ ആ ഒരിടം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരിടമാണ്. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഇന്ന് ആ ഒരു ഇടത്തെ കുറിച്ചാണ്, സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇടയിലുള്ള ആ ഒരു ഇടത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ടൈറ്റിൽ ക്ലിയർ ആയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. സ്റ്റേ വിത്ത് മീ ത്രൂ ദ സെഷൻ. By the end of it, you will have a very clear idea on what I mean by this title. Okay, shall we move forward? Let me ask this question. Please put your responses in the comment box. Are we rational or emotional? നമ്മൾ റാഷണൽ ബീങ്സ് ആണോ, അതായത് ചിന്തിച്ച് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നവരാണോ, റീസണിങ് കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണോ, അതോ വൈകാരികതയാണോ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണെന്നുള്ളതല്ല, മനുഷ്യർ എന്ന നിലയ്ക്ക് ആർ വി റാഷണൽ ഓർ ഇമോഷണൽ? പ്ലീസ് മാർക്ക് യുവർ റെസ്പോൺസസ് ഇൻ ദ കോമെന്റ് സെക്ഷൻ. Emotional, but more emotional. Thank you for the responses. I'd like to hear more responses. Please stay active during the session. Yes, thank you. I'm glad I'm seeing emotional. Yes. Okay. As most of you have rightly mentioned, we are emotional beings. അല്ലെ, നമ്മള് പഴയ ഉമ്മറിന്റെ ഒരു സിനിമയുണ്ട്, ഒരു സീനുണ്ട്. ഉമ്മർ പറയുന്നുണ്ട്, ഞാനൊരു വികാര ജീവിയാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പലരുടെ അടുത്തും ലൈഫിൽ നമ്മൾ പറയാറുള്ള ഒരു ലൈനാണത്. അത് വളരെ നമ്മൾ ഇമോഷണൽ ആണ്. ഹ്യൂമൻ ബീങ്സ് ആർ ഇമോഷണൽ. നമ്മൾ ഇമോഷണൽ ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ട്, എവല്യൂഷണറി റീസൺസ് ഉണ്ട്. അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അതായത് നമ്മൾ എങ്ങനെയാണ് അപകടങ്ങളെ തരണം ചെയ്യാനും അപകടങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും ഒക്കെ നമ്മൾക്ക് ആദ്യം വർക്ക് ചെയ്യുന്നത് ഇമോഷണൽ ബ്രെയിൻ ആണ്. അപ്പോ നമ്മളിപ്പോ സോഷ്യൽ അനിമൽസ് ആണ്. നമ്മളിപ്പോൾ ഓർഗനൈസ്ഡ് സൊസൈറ്റിയിലും നിയമങ്ങൾക്കൊക്കെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന സോഷ്യൽ അനിമൽ ആയതുകൊണ്ട് തന്നെ പഴയ ആ ഒരു ഇമോഷണൽ ബ്രെയിൻ കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യേണ്ടതല്ല. ഇമോഷൻസ് ഷുഡ് നോട്ട് റൂൾ യുവർ ലൈഫ്, ഇമോഷൻസ് ഷുഡ് നോട്ട് കൺട്രോൾ യു. നമ്മൾ അതുകൊണ്ടാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഒരു ടോപ്പിക്, എന്ന ഒരു വിഷയം തന്നെ നമുക്കിവിടെ പ്രസക്തമാവുന്നത്. Can I speak, please? Yes, please. I just want to say my opinion on this. I do agree with this. I think that emotions can become an impediment in through human evolution. I think they can disguise one's being into acting in an impractical way. And I think that without a true emotional control, I think humans can act in inappropriate manners, and evolution has predominantly backed this up. Yes, that's right. What I understood from what you told is, when we are driven by emotions, it can be harmful, right? That's what you mean, right? Am I right, Alan? Did I get you right? Well, yeah, that's my main point. But I was just saying that human history has also supported this statement. Yes, I think it's more fact than opinion at this stage. Yes. Okay. So Alan was supporting my statement. I think it is true that emotions have had a strong impact in our human evolution. Okay. So what I was saying is that when we are high on emotions, നമ്മൾ വളരെ ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് we have low cognitive abilities. നമ്മൾ ചിന്തിക്കുന്നത് വളരെ വീക്ക് ആയിട്ടായിരിക്കും, നമ്മുടെ ചിന്താശേഷി വളരെ വീക്ക് ആയിട്ടായിരിക്കും. അതായത് ഭയന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ ഒരുപാട് സന്തോഷത്തിലിരിക്കുമ്പോഴോ തീരുമാനങ്ങൾ എടുക്കരുത്, എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നതിന് കാരണം, when you are really emotional, you're thinking that part shuts down, your rational brain shuts down. Therefore, it's important for humans to be able to manage their emotions. അവരുടെ ഇമോഷൻസ് മാനേജ് ചെയ്യുക, വികാരങ്ങളെ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളത്
അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Therefore, the definition of emotional intelligence is the ability to understand നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുവാനും അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാനും അതിനെ വ്യാഖ്യാനിക്കുവാനും അതിനോട് റെസ്പോണ്ട് ചെയ്യുവാനും ഉള്ള ഒരു കഴിവിനെയാണ് അത് ചെയ്യുവാനുള്ള ഒരു ബുദ്ധിയാണ് വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ മാത്രമല്ല അതോടൊപ്പം മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും. നമ്മളോട് സംസാരിക്കുന്നയാള് എന്ത് ഇമോഷണൽ എന്ത് മൂഡിലാണ് എന്ത് ഫീലിങ്സ് ആണ് അയാൾക്കുള്ളത് എന്ന് മനസ്സിലാക്കി അയാൾക്കോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്സ് മെച്ചപ്പെടുക. സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളും നെറ്റ്വർക്കുകളും എല്ലാം മെച്ചപ്പെടുക. Therefore, ഇമോഷണൽ ഇന്റലിജൻസ് IQ പോലെ തന്നെ അല്ലെങ്കിൽ IQ-വിനേക്കാളും ഇമ്പോർട്ടന്റ് എന്ന് തന്നെ പറയണം. നമ്മുടെ തന്നെയും മറ്റുള്ളവരുടെയും വികാരങ്ങളെ മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുവാനും ഉള്ള കഴിവിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. Okay, so let me ask you again, why is it important? Why is emotional intelligence important? You can type in the chat box either, or you can unmute yourselves and speak up. I would like to hear your responses. Just pull in all the responses. പറയാനുള്ളതൊക്കെ നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. എല്ലാവർക്കും വരുന്ന ഐഡിയാസ് ഷെയർ ചെയ്യാം. either in the chat box or you can unmute yourselves. Why is emotional intelligence important? I've covered a few points. കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ നിങ്ങൾക്കുള്ള ഒപ്പീനിയൻസ് എന്താണ്? Anybody can share? Yes, Harish Kumar says it is it's important. Alan, are you speaking? Maintain peace and harmony. Yes. Others? To overcome our emotional breakdowns. Excellent. To overcome our emotional breakdowns. Yeah, human beings are very what can I say? They can even don't take a practical manner because humans can blindfold of their emotions and act in irrational ways. I think like letting your emotions control you is not the right decisions because sometimes emotions can lead to what can I say, impractical and not necessarily the truthful ways of action. For example, if somebody makes us angry or furious, we can act very angrily back towards them without understanding the entire situation. And I don't think that's the most practical of approaches. I think your voice is breaking in between, but what I understood is if we are driven by emotions, it might lead to a lot of problems. I think that is a summary of what you were trying to say. Correct me if I'm wrong. Yeah, exactly. Yeah, thank you. Emotional intelligence is important to maintain the balance in a relationship. Emotion can be a bridge between human acts, good and bad, good or bad. Self-awareness, social awareness. Okay, it helps in a lot of things. Okay, if you want to speak, you can please unmute yourselves and speak up. Hi, myself Jojo. Yes. Okay, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് നമ്മൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു ഈ പറഞ്ഞ ആത്മഹത്യ പോലെയുള്ള ഒരു ഡിസിഷനിലേക്ക് പോകുന്നത് ഇമോഷണലി തിങ്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പ്രാക്ടിക്കലി അതായത് ബ്രെയിൻ വെച്ച് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് ഒരുപാട് ഹോപ്പും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. അപ്പൊ ഇമോഷണൽ ഡിസിഷൻസ് നമുക്ക് നമ്മുടെ ലൈഫ് ഒരുപാട് ഹാംഫുൾ ആണ്. പ്രാക്ടിക്കലി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇമോഷൻ മാറ്റി നിർത്തി ബ്രെയിൻ കൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കാതെ മനസ്സുകൊണ്ടുകൂടി ബുദ്ധി കൊണ്ടുകൂടി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അല്ലാത്തപ്പോഴാണ് പലപ്പോഴും ആത്മഹത്യ പോലുള്ള എക്സ്ട്രീം ഡെസിഷൻസിലേക്ക് നമ്മൾ പലപ്പോഴും എത്താറ്, അല്ലെ? ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടും ബുദ്ധി കൊണ്ടും കൂടെ ചിന്തിച്ചാണ് ഡിസിഷൻസ് എടുക്കാൻ ശ്രമിക്കാറുള്ളത്. എങ്കിൽ മാത്രമേ അത് കൃത്യമായി മാറത്തുള്ളൂ. Anybody else? Any other responses? Okay.
എല്ലാവരും പറഞ്ഞത് ശരിയാണ്. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, in relationships it's important to have uncomfortable conversations. എപ്പോഴും അതായത് രണ്ടുപേരും റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് അത്ര സുഖകരമല്ലാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളും ബന്ധങ്ങളുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കൺട്രോളിലല്ല എന്നെങ്കിൽ പലപ്പോഴും ഈ സുഖകരമല്ലാത്ത സംഭാഷണങ്ങൾ പലപ്പോഴും വഴിതെറ്റി കൂടുതൽ വഴക്കിലേക്ക് പോകാനും സൊല്യൂഷനിലേക്ക് എത്താതിരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഐ തിങ്ക് നോബഡി ഹാസ് ടച്ച് ദാറ്റ്. എങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പിന്നെ വളരെ സ്ട്രെസ്, നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്, സ്ട്രെസ്ഡ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കൊണ്ട് നമ്മൾ പല രീതിയിൽ ലാഷ് ഔട്ട് ചെയ്യുമായിരിക്കും മറ്റുള്ളവരുടെ അടുത്ത്, അല്ലെങ്കിൽ റോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുമായിരിക്കും. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് EI ടു റെഫർ ഇമോഷൻ ഇന്റലിജൻസ് ടു EI ഹിയർ ഫോർവേഡ്. കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ EI ഇസ് റിക്വയർഡ് ടു മാനേജ് അവർ ഇമോഷൻസ്. പിന്നെന്താണ്, റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. വഴക്കുകൾ തീർക്കാനായിട്ട്, റിസോൾവ് കോൺഫ്ലിക്ട്സ്, മറ്റുള്ളവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട്. നമ്മൾ ഇമോഷണലി ഗ്രൗണ്ടഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. പിന്നെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുക, കൊളാബറേറ്റ് ചെയ്യുക. സഹകരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കൊരു നല്ല രീതിയിലുള്ള ഇമോഷണൽ ബാലൻസ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ എല്ലാത്തിനും പൊട്ടിത്തെറിക്കുന്ന ആള്, എല്ലാം പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആള്, അങ്ങനെ മാത്രമാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടായി വരും. പിന്നെ നമ്മളൊരു ടീമിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. ഓഫീസ് എല്ലാവരും പ്രൊഫഷണൽസ് ആണ് മോസ്റ്റ് ഓഫ് യു. അപ്പോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു സേഫ്റ്റി തോന്നണം. നമ്മുടെ കീഴിലുള്ളവർക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി, ഒരു ലീഡർ എന്ന നിലയിൽ, നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനേജർ ആണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് they need to be safe, they need to feel safe around you. എപ്പോഴും എല്ലാത്തിനും അവരെ കുറ്റപ്പെടുത്തിയോ അവരോട് എപ്പോഴും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ എപ്പോഴും മൂടിയായിട്ടോ ഇരിക്കുന്ന ഒരാള് അയാളുടെ മൂഡ് എന്താണെന്നോ ബിഹേവിയർ എന്താണെന്നോ യു കനോട്ട് പ്രെഡിക്റ്റ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ even if that's in personal relationships, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സേഫ്റ്റി തോന്നില്ല റിലേഷൻഷിപ്സ്. Therefore it's important that we develop EI to achieve all these. Thank you so much for contributing. So I hope you can see there is this book by Daniel Goleman, ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു സെമിനൽ വർക്കാണ്. അപ്പോ അദ്ദേഹം ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു വിഷയം തന്നെയാണെങ്കിലും ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതിനോട് കൂടിയാണ് ഇതിന്റെ ഇങ്ങനെ ഒരു മുഖ്യധാരയിലേക്ക് ഈ ഒരു വിഷയം കടന്നു വരുന്നത്. അപ്പൊ ഈ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഒരു ബുക്കിനെ റെഫർ ചെയ്തിട്ട് തന്നെയാണ് 5 components of emotional intelligence. ഇമോഷണൽ ഇന്റലിജൻസിന്റെ 5 മെയിൻ ഘടകങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ I just go through these 5, but I will be focusing only on 2. ആദ്യത്തെ 2 കോമ്പോണൻസിലാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ആ ടൈം ഇസ് ലിമിറ്റഡ് ആൻഡ് ഈ ഓരോ സെഷനും ഓരോരോ ട്രെയിനിങ്ങുകൾക്ക് ഉള്ള വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ആണ്. So I'll quickly go through all 5. First component of emotional intelligence is self-awareness. നമ്മളെ കുറിച്ച് തന്നെയുള്ള അറിവ്, നമ്മൾ എന്താണ്, നമ്മുടെ ഇമോഷൻസ് എന്താണ്, നമ്മുടെ ഇമോഷണൽ സെൽഫ് അവയർനെസ് ആണ്. എന്റെ ടെമ്പറമെന്റ് എന്താണ്, അതായത് ഞാൻ എങ്ങനെയാണ്, വളരെ സെൻസിറ്റീവ് ആണോ, ദേഷ്യം എങ്ങനെയാണ് എനിക്ക്, സങ്കടം എങ്ങനെയാണ് എനിക്ക് എന്നൊക്കെ നമ്മളെ കുറിച്ച് തന്നെ മനസ്സിലാക്കുക. അത് ഒന്ന് മോശം ഒന്ന് നല്ലത് എന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അക്സെപ്റ്റ് ദാറ്റ്. എന്താണ് നമ്മുടെ ഒരു ടെമ്പറമെന്റ്, നമ്മുടെ ഒരു ഡിസ്പോസിഷൻ, ഇമോഷണൽ ഡിസ്പോസിഷൻ എന്താണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ടുള്ളത്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അടുത്തത് നമ്മളെ തന്നെ റെഗുലേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ മാനേജ് ചെയ്യുക നമ്മുടെ ഇമോഷൻസിനെ. നമ്മൾക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നും, ചില സമയത്ത് ഒരുപാട് സങ്കടം തോന്നും അല്ലെങ്കിൽ ദേഷ്യം തോന്നും. ആ സമയത്ത് നമ്മളെ തന്നെ സൂത് ചെയ്യുക, ആശ്വസിപ്പിക്കുക, നമ്മളോട് തന്നെയുള്ള ഇമോഷൻ. ഓക്കെ, എനിക്കിപ്പോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, എനിക്ക് ദേഷ്യം തോന്നുന്നു, സങ്കടം തോന്നുന്നു, നിരാശ തോന്നുന്നു. അപ്പോ അതിനോട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കാതെ ഹൗ ഡു വി മാനേജ് ദാറ്റ് എന്നുള്ളതാണ് സെൽഫ് റെഗുലേഷൻ. നെക്സ്റ്റ് സെൽഫ് മോട്ടിവേഷൻ. ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ഡിലേ, ഒരു സെറ്റ് ബാക്ക് വന്നു കഴിയുമ്പോൾ നമ്മളത് കളഞ്ഞിട്ട് പോവാതെ
ഒരു പെർസീവറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും പെർസിസ്റ്റ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യുന്നത് വരെ ചെയ്യുവാനും ഒരു ലെവൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ആവശ്യമുണ്ട്. എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ്സ് സെൽഫ് മോട്ടിവേഷൻ. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ഇമോഷൻസെ മാനേജ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വ്യക്തിപരമായ ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് മാത്രമല്ല, പ്രൊഫഷണൽ റിലേഷൻഷിപ്സും ഈ ഒരു ഇമോഷണൽ സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് സാധ്യമാകുള്ളൂ. അടുത്തത് എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ഇന്റലിജൻസ് കൊണ്ട് തന്നെ വേണം മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ. ഒരുപക്ഷെ മറ്റുള്ള ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇഫ് യു ഡെവലപ്പ് എമ്പതി യു കനോട്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി ഓൾവേസ്. ചിലപ്പോൾ നമുക്ക് വിഷമം വരും, പക്ഷെ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ റിയാക്ട് ചെയ്തത്? മേ ബി ഹീസ് സ്ട്രെസ്ഡ്, അല്ലെങ്കിൽ മേ ബി ദാറ്റ് പേഴ്സൺ ഈസ് ഹേർട്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കലാണ് എമ്പതി. മറ്റുള്ളവരുടെ ഷൂസിൽ നിന്നുകൊണ്ട് അവരുടെ വീക്ഷണത്തിലൂടെ ലോകത്തെ കാണുക, സാഹചര്യങ്ങളെ കാണുക എന്നതാണ് എമ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതും ഈ ഐയുടെ ഒരു മേജർ കോമ്പണന്റ് ആണ്. സോ ആസ് ഐ ടോൾഡ് ബിഫോർ, ആദ്യത്തെ 2 ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് slide. So the first topic, as I told, is emotional self-awareness. ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഐ വോണ്ട് ഓൾ ഓഫ് യു ടു സ്പീക്ക്, കോൺട്രിബ്യൂട്ട് അഗെയിൻ. എന്താണ് ഇമോഷണൽ സെൽഫ് അവയർനെസ്? നമുക്ക് എങ്ങനെയാണ് ഇമോഷണലി സെൽഫ് അവെയർ ആവാൻ പറ്റുക? ഈ ഒരു വിഷയത്തെ കുറിച്ച് ഈ സെഷന് മുൻപ് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരിക്കും മെജോറിറ്റി. ദാറ്റ്സ് ഓൾ ഓക്കെ. ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് ബി ഓണസ്റ്റ്, സത്യസന്ധമായിട്ട് ഇതിന്റെ ഉത്തരം പറയുക എന്നുള്ളതേ ഉള്ളൂ. വാട്ട് ഈസ് ഇമോഷണൽ സെൽഫ് അവെയർനെസ്? എങ്ങനെയാണ് നമുക്ക് ഇമോഷണലി നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വൈകാരികത എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്ന് നിങ്ങൾക്കുള്ള ഐഡിയാസ് ഒന്ന് ഷെയർ ചെയ്യാമോ? either in the chat box or by audio or video. You can ask someone else. Alan, you can speak. You can ask someone else, maybe your family or someone close. How do you react to the situation? Yes, we can ask somebody. മറ്റുള്ളവരോട് ചോദിക്കാം, നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ആളുകളോട് ചോദിക്കാം. To know our emotional weakness, understanding weakness, നമ്മുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക വഴി നമുക്ക് സെൽഫ് അവെയർ ആകാൻ പറ്റും. Thank you, Artis. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ചില സിറ്റുവേഷനിൽ നമ്മളോട് എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ആ രീതിയിലാണോ ഞാൻ അവരോട് റിയാക്ട് ചെയ്യുന്നത് തിങ്ക് ചെയ്യാറുണ്ട്. എന്നോട് എങ്ങനെ മറ്റുള്ളവർ പെരുമാറണോ ആ സിറ്റുവേഷൻ എങ്ങനെ പെരുമാറുന്ന ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ ആണോ തിരിച്ച് പെരുമാറുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലുള്ള ആളുകളോട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ ഞാൻ അനലൈസ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഇന്ന സിറ്റുവേഷനെ മാനേജ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു സോ മച്ച്. അത് ഞാൻ ചിന്തിച്ചിട്ടില്ലാത്തൊരു പോയിന്റ് ആണ്. ശരിയാണ്, കാര്യം ഗോൾഡൻ റൂൾ ആണ്. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മൾ അവരോട് പെരുമാറണം എന്നാണ്. അതെ, ഈ സാഹചര്യത്തിൽ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും എന്നോട് പെരുമാറേണ്ടത്, അതുപോലെ ഞാൻ പെരുമാറുന്നു. എക്സലന്റ്. അങ്ങനെ ഇമോഷണൽ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, സെൽഫ് അസസ്മെന്റിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. I would love to hear more responses. കുറച്ചുകൂടി active participation, please. You can analyze the reaction of the person that you may have hurt or spoken to. You can analyze how their facial reaction changes. Okay, excellent. പേഴ്സണൽ കോൺവെർസേഷനിലാണെങ്കിൽ മറ്റേ ആളുടെ പേഴ്സണൽ റിയാക്ഷൻ എന്താണ്, ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണ്, അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ എന്തോ ഹേർട്ട്ഫുൾ ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Anybody else? Body language. Alan? Body language, because Body language. there's certain hormones in our body
when we become less confident, and our body language really signifies it. It is, there's a very noticeable difference when we become scared or when we become very insecure. Our body language will shift from like a straight posture to like a crouched posture, and it's very noticeable. And you can analyze through analyzing body language. Excellent. നമ്മൾ ഇമോഷൻസ് മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണും. നമുക്കത് അറിയാൻ പറ്റും. നമ്മുടെ കോൺഫിഡൻസ് കുറയുമ്പോഴോ അല്ലെങ്കിൽ പേടിക്കുമ്പോഴോ സങ്കടം വരുമ്പോഴോ ഒക്കെ വി ഫീൽ ഇറ്റ് ഇൻ അവർ ബോഡി. അപ്പോ നമുക്ക് അങ്ങനെ മനസ്സിലാവും നമുക്ക് എന്താണ് വാട്ട് ഇസ് അവർ ഇമോഷൻ. So I think we shall move on to the points that I have compiled. പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ നല്ല പോയിന്റ്സ് തന്നെയാണ്. എങ്ങനെയാണ് സെൽഫ് അവയർനെസ് ഞാൻ വിചാരിക്കുന്നത്, വാട്ട് ഈസ് യുവർ ഫീലിങ്സ്, എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓരോ സമയത്തും, ആൻഡ് ഇൻഫ്ലുവൻസ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ഇൻ യുവർ ആക്ഷൻസ്. ഓരോ സമയത്തും എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്, അതെന്റെ ബിഹേവിയറിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത്. അതായത് ഇപ്പോ എനിക്ക് സ്ട്രെസ് വരുമ്പോ എനിക്ക് ദേഷ്യമാണ് ആദ്യം വരാറ്. അപ്പോ അത് ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ അടുത്താണ് എക്സ്പ്രസ് ചെയ്യാറ്. അത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ആൻഡ് പീപ്പിൾ ഹു ആർ ഔട്ട് ഇൻ മൈ ഔട്ടർ സർക്കിൾസ് ഡോണ്ട് ഗെറ്റ് ടു ഹേർട്ട് മീ മച്ച്. അടുത്ത സർക്കിളിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്നെ അങ്ങനെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ. അപ്പോ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടെ ഓരോ, ഞാൻ ഐ എം ബീങ് ഓണസ്റ്റ് ഹിയർ, ഐ വുഡ് ലൈക്ക് ഓൾ ഓഫ് യു ടു ബി ഓണസ്റ്റ്. അങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ ഫീൽ ചെയ്യുക, അതെങ്ങനെയാണ് നമ്മുടെ ആക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുക. ഓരോ സമയത്ത് നമ്മുടെ ബിഹേവിയറിനെ റിഫ്ലക്ട് ചെയ്യുക. ഞാൻ എന്തുകൊണ്ടായിരിക്കും അന്നേരം അങ്ങനെ ബിഹേവ് ചെയ്തത്, പിന്നെ എന്തുകൊണ്ടായിരിക്കും അന്നേരം ചിരിക്കാതിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഞാൻ അന്നേരം ദേഷ്യപ്പെട്ടത് എന്നത് ചിന്തിക്കുക. വൈ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് പ്ലസന്റ് ആയിട്ട് ബിഹേവ് ചെയ്തത്, വൈ വാസ് ഐ ഹാപ്പി ദെൻ, വൈ വാസ് ഐ ഇൻ എ പ്ലസന്റ് ഡിമെനർ അറ്റ് ദാറ്റ് പോയിന്റ് എന്നുള്ളത് ചിന്തിക്കാം. പിന്നെ ചില ലേൺഡ് ബിഹേവിയേഴ്സ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വളരെ കോൺഷ്യസ് അല്ലാത്ത ഒരു മേഖലയാണിത്. ലേൺഡ് ബിഹേവിയർ എന്നൊരു കാര്യമുണ്ട്. നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന എൻവയോൺമെന്റിലുള്ള ബിഹേവിയർ നമ്മൾ ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യും, നമ്മൾ അസ്യൂമേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളെ വഴക്ക് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി ഉൾപ്പെടെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ വഴക്ക് പറയാൻ ഉപയോഗിച്ച വൊക്കാബുലറി ആയിരിക്കും. വി ജസ്റ്റ് മൈൻഡ്ലെസ്ലി കണ്ടിന്യൂ ദ സൈക്കിൾ. മൈൻഡ്ലെസ് ആയിട്ട് അധികം ചിന്തിക്കാതെ ആണ് നമ്മൾ ചെയ്യാം. അതേ രീതിയായിരിക്കും, പലപ്പോഴും അതേ ടോണായിരിക്കും. വ്യക്തികളെ അനുസരിച്ച് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമായിരിക്കും ടോണാലിറ്റിയിലും ഒക്കെ. പക്ഷെ ജനറലി ടീച്ചേഴ്സിന്റെ കാര്യം പൊതുവെ പറയാറ്, അവർ വഴക്ക് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ടേംസ് വരെ സിമിലർ ആണെന്നുള്ളതാണ്. ഇഫ് ദർ ആർ ടീച്ചേഴ്സ് ഹിയർ, ദേ ക്യാൻ എഗ്രി ഓർ ഡിസ്എഗ്രി വിത്ത് മീ ഇൻ ദ കമന്റ് ബോക്സ് ഓഫ് കോഴ്സ്. അങ്ങനെയാണ്. ഈ പേരൻസിന്റെ കാര്യത്തിലാണെങ്കിലും, വി പേരന്റ് ദ വേ വി വെയർ പേരന്റഡ്. ദാറ്റ്സ് എ മിസ്റ്റേക്ക് ആക്ച്വലി. Each child needs separate kind of parenting. നമ്മളെ എങ്ങനെയായിരുന്നു ഡീൽ ചെയ്തത്, ആ ഒരു രീതിയിൽ നമുക്കും ഡീൽ ചെയ്യാനുള്ള, അതേ വാക്കുകൾ ഉപയോഗിക്കാനുള്ള, അതേ ഒരു ടോൺ ഉപയോഗിക്കാനുള്ള, മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ അതേ മെത്തേഡ്, അതേ ഒരു ശൈലി ഉപയോഗിക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ട്. സ്ട്രെസ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യും, സങ്കടം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെയുള്ള ചില ലേൺഡ് ബിഹേവിയർ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന. ഇങ്ങനത്തെ ഒരു ഭാഷ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ കോമൺ എല്ലാ ബാച്ചിലും എല്ലാ ഡിവിഷനിലും പോയി പറയുന്ന കാര്യം കൂടിയാണ്. ഐ വാസ് എ ടീച്ചർ. ഞാൻ ടീച്ചേഴ്സിന്റെ കുറ്റം പറയലാട്ടോ, ഞാൻ സെൽഫ് ക്രിറ്റിസിസം കൂടി നടത്തുവാണ്. ഐ വാസ് എ ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഇംപ്രൂവ് യുവർ ഇമോഷണൽ വൊക്കാബുലറി. നമ്മുടെ ഇമോഷൻസ്, നമുക്ക് എത്ര ഇമോഷൻസ് അറിയാം? നമ്മൾ either we say anger, fear. Alan, are you speaking? Yeah, fear. Please. Fear. Okay. Fear. Envy. Okay. Yes. You are adding to the vocabulary. Okay. Okay. We know certain words, right? We know anger, we know fear, we know sadness, sorrow. ഒരുപാട് ചില വാക്കുകൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ചില വികാരങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാറ്. But you need to actually expand your emotional vocabulary. അത് കൊച്ചുകുട്ടികൾ മുതലേ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്കിപ്പോ സങ്കടമാണ് വരുന്നത്, എനിക്കിപ്പോ നിരാശയാണ് വരുന്നത്, ഞാൻ പുറമെ കാണിക്കുന്ന ഒരു റെസ്പോൺസ് ദേഷ്യമായിരിക്കും, പക്ഷെ ഒരു അണ്ടർലൈൻ നീഡ്
ദി അണ്ടർലൈങ് ഫീലിംഗ്, ദി അണ്ടർലൈങ് ഇമോഷൻ വാസ് സാഡ്നെസ് അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ്. അങ്ങനെ എന്താണ് അണ്ടർലൈങ് ആയിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ ആയിട്ടും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ഇമോഷണൽ വൊക്കാബുലറി ബിൽഡ് ചെയ്യുക. അതിനൊരു അടുത്ത കണ്ടന്റ് വരുന്നുണ്ട്. ഡിസ്കംഫർട്ട് അക്സെപ്റ്റ് ചെയ്യുക. എല്ലാ ഇമോഷൻസും കംഫർട്ടബിൾ അല്ല. നോട്ട് ഓൾ ഇമോഷൻസ് ആർ കംഫർട്ടബിൾ. സം ഹാപ്പിനെസ്, ലവ്, പിന്നെ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ്, അങ്ങനെ ചില ഫീലിങ്സ് വളരെ കംഫർട്ടബിൾ ആണ്, സന്തോഷം തരുന്ന കാര്യമാണ്. നമുക്ക് ശരീരത്തിൽ ഉൾപ്പെടെ നല്ല സന്തോഷം തോന്നുന്ന വികാരങ്ങളുണ്ട്. പക്ഷെ ചില ഇമോഷൻസ് വളരെ ഡിസ്കംഫർട്ടിങ് ആണ്. അത് നമുക്കുണ്ട് എന്ന് അംഗീകരിക്കാൻ പോലും നമുക്ക് ഡിസ്കംഫർട്ട് ആണ്. അങ്ങനെ തോന്നുന്ന അങ്ങനെ ഒരു ഹാർഡ് ഫീൽ, അത് നമുക്ക് ചില വികാരങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ട്. അങ്ങനെയുള്ള ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഐ ബിഗിൻ ബൈ സെയിങ്, എനിക്ക് ജെലസി എന്ന ഒരു ഇമോഷൻ എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. അസൂയ തോന്നാറുണ്ട്. അസൂയാണ് തോന്നിയത് എന്നത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. അതുപോലെ നിങ്ങൾക്കുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസ് എന്താണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ? അൺകംഫർട്ടബിൾ ഇമോഷൻസ് ദാറ്റ് യു ഫീൽ. An emotion that you are most uncomfortable with: envy, yes, sadness, shame. Thank you so much. Fear. പേടി ഉണ്ടെന്ന് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും. ഒരിക്കലും ദേഷ്യമാണെന്ന് അംഗീകരിക്കാറില്ല. ആങ്കർ, യെസ്, നമ്മള് വളരെ കാം ആണെന്ന് ഉള്ള ഒരു എക്സ്പ്രഷൻ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ വിചാരിക്കുന്നത് ഞാൻ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വി മേ നോട്ട് എക്സ്പ്രസ് ദാറ്റ്, പക്ഷെ ഇന്റേണലി വി മേ ബി ഹാവിംഗ് എ ഡിഫിക്കൽട്ട് ടൈം പ്രോസസിംഗ് ദാറ്റ് ആങ്കർ. Anything else? Okay, I think we can move on. Yes, thank you for sharing. ഇങ്ങനെയുള്ള കുറെ ഇമോഷൻസ് നമുക്ക് അൺകംഫർട്ടബിൾ ആണ്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനെ എംബ്രേസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് നമ്മുടെ നെർവസ്നെസ്. താങ്ക് യു സോ മച്ച്. നെർവസ്നെസ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ആൻഡ് മാനേജ് യുവർ ട്രിഗേഴ്സ്. ട്രിഗേഴ്സ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തത്, കീപ് ആൻ ഇമോഷണൽ ജേർണൽ. ഇമോഷണൽ ജേർണൽ അല്ല, ഇമോഷൻ ജേർണൽ. ഓരോ ദിവസവും നമ്മൾ ഡയറി എഴുതുന്നവരായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലുകളൊക്കെ വെക്കുന്നവരുണ്ടായിരിക്കും. വെറും ജേർണൽ വെക്കുന്നവരുണ്ടായിരിക്കും. എങ്കിലും ഇന്ന് നമ്മൾ കടന്നുപോയ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ചൊന്ന് എഴുതി വെക്കുവാണെങ്കിൽ ഇറ്റ് ക്യാൻ മേക്ക് യു മോർ മൈൻഡ്ഫുൾ. കുറച്ചുകൂടി ബോധത്തോടു കൂടി, ഇൻ കൊട്ടേഷൻസ്, കുറച്ചുകൂടി ബോധ്യത്തോടും കൂടി ജീവിക്കാനായിട്ട് നമ്മൾ ഈ ഇമോഷണൽ ജേർണൽസ് കീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സഹായിക്കും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ലൈക്ക് എവറിത്തിങ് ഗുഡ്, നല്ലതായ എന്ത് അച്ചീവ് ചെയ്യാനും, യു വോണ്ട് ടു ബി ഗുഡ് മ്യൂസീഷ്യൻ, യു നീഡ് പ്രാക്ടീസ്. ഒരു നല്ല പ്ലെയർ ആണെങ്കിൽ പ്രാക്ടീസ് വേണം. അതുപോലെ തന്നെ എവറിത്തിങ് വർത്ത് അച്ചീവിങ് റിക്വയർസ് പ്രാക്ടീസ്. അതുകൊണ്ട് പേഷ്യൻസ് നമ്മളോട് തന്നെ കാണിക്കുക, നമ്മുടെ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന 2 പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ എലാബറേറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രം സബ് ടോപ്പിക് ഇമോഷണൽ സെൽഫ് അവയർനെസ്. So I told you we need to improve our emotional vocabulary. So I have presented an emotion wheel here. You can see the primary emotions and the emotions that are secondary, considered secondary. Okay, happy as an emotion. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, I feel happy today, അല്ലെങ്കിൽ I feel loved today, I feel confident, I feel playful, I feel sad, scared. ഇതൊക്കെ നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ്. I feel embarrassed എന്ന് പറയാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പൊതുവിൽ പറയുന്ന ചില ഇമോഷൻസ് ആണ് ഇതൊക്കെ. പക്ഷെ അവിടെ അതുകൊണ്ട് തീരുന്നില്ല, അതിന് സബ് കാറ്റഗറീസ് ഉണ്ട്. ഇൻ ഹാപ്പി യു ക്യാൻ സേ ഐ ഫീൽ കെയറിങ്, ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ, എനിക്ക് നന്ദിയാണ് തോന്നുന്നത്, എനിക്ക് എക്സൈറ്റഡ് ആണ്. വെറും ഹാപ്പി അല്ല, ഐ ഫീൽ എക്സൈറ്റഡ്, ഐ ഫീൽ ത്രിൽഡ്, ഭയങ്കര ഒരു ഉത്സാഹം തോന്നുന്നു. ഒരു ലോ ബേസിക് ലെവൽ ഹാപ്പി അല്ല, ഐ ഫീൽ ത്രിൽഡ്, ഐ ഫീൽ എക്സൈറ്റഡ്, ഐ ഫീൽ ഇലേറ്റഡ്. അങ്ങനെ ഹാപ്പിനെസ്സിന് തന്നെ വൊക്കാബുലറി ഒരുപാട് കൂടുതലാണ്. ലവ്ഡ്, ഐ ഫീൽ ലവ്ഡ് ടുഡേ, എനിക്കിന്ന് സ്നേഹിക്കപ്പെടുന്നതായിട്ട് തോന്നുന്നു, കാരണം എന്നെ പ്രിയപ്പെട്ട ഒരാൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഐ ഫീൽ റെസ്പെക്റ്റഡ്, ഐ ഫീൽ വാല്യൂഡ്, ഐ ഫീൽ അക്സെപ്റ്റഡ്. എന്താണെങ്കിലും എന്നെ സ്വീകരിക്കുന്നതായിട്ടും ഞാൻ സ്വീകരിക്കപ്പെടുന്നതായിട്ടും എനിക്ക് തോന്നി. എവറിത്തിങ് ബോയിൽസ് ഡൗൺ ടു ലവ്. അപ്പൊ അങ്ങനെ ദിസ് ഇമോഷൻ wheel helps you improve and elaborate
expand your emotional vocabulary. If you're confident, you may feel brave, you feel confident. കോൺഫിഡൻസിന്റെ താഴെയുള്ളതാണ് ധൈര്യം, പ്രതീക്ഷ, നല്ല പവർഫുൾ ആണെന്ന് തോന്നുക, ഇതെല്ലാം അങ്ങനെ. ഇനി ആംഗ്രിയുടെ കാര്യത്തിലാണ് നമുക്ക് ദേഷ്യമായിരിക്കും തോന്നുന്നത്, പക്ഷെ അതിന്റെ കീഴിലുള്ളത് ചിലപ്പോ ജലസി ആയിരിക്കും. നമുക്ക് ജലസിയുടെ കീഴിൽ വേറെ ഉണ്ട്, പെയിൻ ആണത്. ഇതെല്ലാം ഐസ്ബർഗ് പോലെയാണ്. ഐ വിൽ കം ടു ഐസ്ബർഗ് നൗ. ഓൾ ഇമോഷൻസ് ആർ ലൈക്ക് ഐസ്ബർഗ്സ്. കടലിന്റെ മുകൾ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുണ്ടാവുള്ളൂ, ബട്ട് അതിന് കീഴിൽ ഒരുപാട് കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുണ്ടാവും. ആങ്കർ പുറമേ വരുന്ന ഒരു ഇമോഷൻ മാത്രമാണ്. അണ്ടർലൈങ് ആയിട്ടുള്ള ചിലപ്പോൾ പെയിൻ ആയിരിക്കും, വേദനയായിരിക്കും. അതിൽ നിന്നായിരിക്കും ജലസി ഉണ്ടാവും. പെയിനിൽ നിന്നാണ് ഓഫ്കോഴ്സ് ജലസി ഉണ്ടാവുന്നത്. നമുക്ക് ഒരു കാര്യം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്കില്ല എന്നുള്ളത് ഇല്ല, നഷ്ടമാകുന്നു, അതെനിക്ക് ലഭിക്കുന്നില്ല എന്നൊരു പെയിനിൽ നിന്നാണ് നമുക്ക് ജലസി ഉണ്ടാവുന്നത്. ഒരു പെയിൻ ആണ്. ജലസി ക്യാൻ ബി കംഫർട്ടബിൾ. ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ടു ബി കംഫർട്ടബിൾ വിത്ത് ദോസ് ഇമോഷൻസ്. ഓക്കെ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, സമയക്കുറവ് കൊണ്ട്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ഇതൊന്ന് നോക്കൂ. ആങ്കർ ഐസ്ബർഗ് ആണ്. ആങ്കറിനെ കുറിച്ചാണ്. ആംഗ്രി, ഞാൻ ദേഷ്യപ്പെട്ടു എന്നത് മാത്രമാണ് ആളുകൾ പുറമേ കാണുന്നത്. ബട്ട് സീ വാട്ട് ഇസ് ബെനീത്ത് ദി സർഫസ്. ആ ഒരു സീ, കടലിന്റെ മുകളിലുള്ളത് ദേഷ്യമാണ്. അതിന് താഴേക്ക് എന്താണ്? ഇറ്റ്സ് ഹെവി, ഇറ്റ്സ് ഗോയിങ് ഡീപ്പ്, ഇറ്റ്സ് എംബാരസ്മെന്റ്, ഇറ്റ്സ് യു ഫീൽ സ്കെയർഡ്, യു ഫീൽ ഗ്രീഫ്. സങ്കടമാണ്. ഗ്രീഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള വേദനയാണ്. യു ഫീൽ ഓവർവെൽംഡ്, യു ഫീൽ എക്സോസ്റ്റഡ്, മടുത്തിട്ടാണ്. യു ഫീൽ റിജക്റ്റഡ് ആയിട്ട് തോന്നുവാണ്. കുറ്റബോധം തോന്നുവാണ്. യു ഫീൽ അനോയ്ഡ്, ഡിസപ്പോയിന്റഡ്, ഒഫൻഡഡ്, റിഗ്രറ്റ്, ഹേർട്ട്, വറീഡ്. ഒരുപാട് ഇമോഷൻസിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസിന്റെ മുകളിൽ മാത്രം കാണുന്ന ഒരു ചെറിയ കാര്യമാണ് ആങ്കർ. സോ നെവർ ബി uncomfortable with your anger. Sit with your anger, understand what she really is. എന്താണ് നിങ്ങളുടെ ആങ്കറിന് നിങ്ങളോട് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഐസ്ബർഗ് എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഈ ആങ്കർ ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. എല്ലാ ഇമോഷൻസിന്റെയും കീഴിൽ, എല്ലാ അൺകംഫർട്ടബിൾ എന്ന് തോന്നുന്ന ഇമോഷന്റെയും അടിയിൽ ഇങ്ങനെ ഒരു വലിയൊരു മഞ്ഞ മല ഉണ്ടായിരിക്കും എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ഇമോഷണൽ ട്രിഗേഴ്സ്. ഇമോഷണൽ സെൽഫ് അവയർനെസിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സബ് പോയിന്റ് ആണ് ഇമോഷണൽ ട്രിഗേഴ്സ്. ഞാൻ ട്രിഗർ എന്താണെന്ന് പറയാം, ഇമോഷണൽ ട്രിഗർ എന്താണെന്ന് പറയാം. സോ യു മേ പ്ലീസ് കോൺട്രിബ്യൂട്ട് അഗെയിൻ. ഐ റിക്വസ്റ്റ് യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. താങ്ക് യു ഫോർ ദി ഓണസ്റ്റ് പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവ് ആൻഡ് ഓണസ്റ്റ് പാർട്ടിസിപ്പേഷൻ സോ ഫാർ. ഇമോഷണൽ ട്രിഗേഴ്സ് ഒന്നുകൂടെ പറയാം. എന്താണ് ട്രിഗർ ചെയ്യാന്ന് പറഞ്ഞാല് ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ, ചില വാക്കുകൾ, ചില ശബ്ദങ്ങൾ പോലും നമ്മൾ ചില സ്ട്രോങ് ആയിട്ടുള്ള വൈകാരിക റെസ്പോൺസസ് ഉളവാക്കും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ ഒരുപാട് ആർമിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, സോൾജിയേഴ്സിനൊക്കെ, വാർ ഫ്രണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള, യുദ്ധമുഖത്ത് വർക്ക് ചെയ്തിട്ടുള്ള സോൾജിയേഴ്സിന് ശബ്ദം, സ്ട്രോങ് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ദേ ഫീൽ ടെൻസ്ഡ്, വറീഡ്, എന്തെങ്കിലും ബോഡിയിൽ ഒരു ഫിയർ റെസ്പോൺസോ, ട്രോമ, PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു യുദ്ധത്തിലായിരുന്നതിന്റെ ആ ഒരു വേദന അവർ ഓർമ്മിക്കും. അവരുടെ ശരീരം അത് പെട്ടെന്ന് ഓർമ്മിക്കും. ശരീരം ഭയത്തിന്റെ ഒരു റെസ്പോൺസ്, പെയിനിന്റെ ഒരു റെസ്പോൺസ് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും ആളുകൾ പറയുന്നത്. അതൊക്കെ വളരെ സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ വളരെ വലിയ ട്രോമയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ അതുപോലെയുള്ള, ഇപ്പോ നിങ്ങൾ ഒരു കാർ ഓടിച്ച്, നിങ്ങൾ ഒരു പാട്ട് കേട്ടുകൊണ്ട് കാർ ഓടിച്ച് പൊക്കോണ്ടിരുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങൾ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു പക്ഷെ യു ഫീൽ സാഡ്, അല്ലെങ്കിൽ യു ഫീൽ സ്കേർഡ്. നിങ്ങൾ ഒരു പക്ഷെ അത് കേൾക്കില്ലായിരിക്കും. നല്ല കാര്യങ്ങളും അങ്ങനെ തന്നെയുണ്ട്. നിങ്ങൾ നല്ല ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ, അല്ലെങ്കിൽ നല്ലൊരു അനുഭവത്തിലായിരുന്നപ്പോ കേട്ട ഒരു പാട്ട് പിന്നെ കേൾക്കുമ്പോ യു മേ റിമെമ്പർ ദാറ്റ് ഗുഡ് മെമ്മറി. അതിന് ഗ്ലിമ്മർ എന്നാ പറയാ. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ മാഡം? യെസ് പ്ലീസ്. ഉറങ്ങണ സമയത്ത് കൊതുകിന്റെ ഒച്ച കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട്. ഓക്കെ, കൊതുകിന്റെ ഒച്ചയും ഉറക്കമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ദേഷ്യം വരും എന്തെന്നില്ല. അത് കാരണം പണ്ട് കൊതുക് അടിച്ച് ശല്യപ്പെടുത്തിയത് ഓർത്തിട്ട്. ഓക്കെ,
അങ്ങനെയാണ്, അതാണ് ഇമോഷണൽ ട്രിഗേഴ്സ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ട്രിഗർ ഉണ്ട്. അതായത് നമുക്ക് എപ്പോഴാണ് ദേഷ്യം വരിക, എപ്പോഴാണ് ഭയങ്കരമായിട്ട് സങ്കടം വരിക എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാല് നമുക്ക് നമ്മുടെ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സെഷൻ കൊണ്ട് മാത്രം മനസ്സിലാവുന്ന കാര്യമല്ല. പക്ഷെ യെസ്, ഗ്രേറ്റ്. അത് ആക്ച്വലി നല്ല കാര്യങ്ങൾക്ക് ഗ്ലിമ്മർ എന്നാണ് പറയാൻ തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് ആ വേർഡ്. എനിവേ, ട്രിഗർ എന്ന വാക്കിൽ തന്നെ നിൽക്കുക. വാട്ട് ട്രിഗേഴ്സ് യു, എന്ത് ഇമോഷൻ ആണ് ആൻഡ് വാട്ട് ഇസ് എ സ്റ്റിമുലസ്, എന്ത് സ്റ്റിമുലസ്, എന്ത് ഇമോഷൻ ആണ് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നതെന്നൊന്ന് ഷെയർ ചെയ്യാമോ? കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ. Losing an argument. Alan? Losing an argument. Argument. Losing. Can you? Yeah, losing an argument to somebody. Okay. Okay. So, ഒരു argument തുടങ്ങുന്ന. So you are triggered when an argument starts. Is it? Yes, but if I'm losing. If you're losing, you feel tensed. Okay, maybe. ഒരു തർക്കം തുടങ്ങിയിട്ട് അത് നമുക്ക് കൈവിട്ട് പോവുകയാണ്, തോറ്റു പോവുകയാണെന്ന് തോന്നുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുന്നുണ്ടാവും. അങ്ങനെ അതേഴ്സ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് പ്ലീസ് സ്പീക്ക്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. വൈഫിന്റെ കൂടെ പർച്ചേസ് പോകുമ്പോൾ ചില സമയത്ത് അങ്ങനെ ഇമോഷൻസ് കയ്യിൽ നിന്ന് പോകാറുണ്ട്. വൈഫിനോട് പർച്ചേസിന് പോകുമ്പോൾ ഇമോഷൻസ് കയ്യിൽ നിന്ന് പോകാറുണ്ട്. ഓക്കെ. ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ നടക്കണേന്ന് അറിയുമ്പോ കയ്യിൽ നിന്ന് ഇമോഷൻസ് ഒക്കെ വിട്ടുപോയിട്ട് ഭയങ്കര ആങ്കർ വരാറുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ വിചാരിച്ച പോലെയല്ല, അതായത് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് കാര്യങ്ങൾ കൺട്രോളിൽ അല്ല എന്നൊരു അവസ്ഥ വരുമ്പോ യു ഫീൽ ആംഗ്രി, അല്ലെങ്കിൽ അതെ ദേഷ്യം, സ്ട്രെസ് റെസ്പോൺസ് ദേഷ്യമായിട്ടാണ് വരാറ്. അതെ. With my children I get lost. Yes. അത് okay, understand. നമ്മള് കുട്ടികളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പേരന്റിങ്ങിന്റെ കാര്യം വെരി ഗുഡ്. നാഷണൽ ആന്തം പാട്ടുകൾ, പിന്നെ നാഷണൽ ആന്തം ഒക്കെ നമുക്ക് സ്കൂൾ മെമ്മറീസും അങ്ങനെ ഒരുപാട് മെമ്മറീസ് കൊണ്ടുവരുന്നുണ്ട്. എനിത്തിങ് എൽസ്? നമ്മുടെ ഫ്രണ്ടിലോട്ട് നല്ലൊരു സ്കോച്ച് വിസ്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലി നമുക്ക് പ്രശ്നങ്ങളാവും. ഓക്കെ, ഒരു വിസ്കി എടുത്തു വെച്ചാൽ ഒത്തിരി സന്തോഷം ഉണ്ടാവും എന്ന് പറയുന്നു. അത് കാണുമ്പോ തന്നെ കണ്ണിലൊരു പ്രകാശമൊക്കെ വരുന്നു. ലാക്ക് ഓഫ് സ്ലീപ്പ് ട്രിഗേഴ്സ് ആങ്കർ. ഓക്കെ, നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദേഷ്യം വരും. ഇമോഷണലി നമുക്ക് ഓക്കെ ടയേർഡ് ആണെങ്കിൽ നമുക്ക് ദേഷ്യം വരും. Friendship. നല്ല പോസിറ്റീവ് ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്നതാണ്. Well, and positive or negative. It depends on the friend. Okay, depends on the friend. Okay. I think yes. നല്ല മൂവീസ്, സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഡിപ്പെൻസ് ഓർ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഇമോഷൻസ് ആയിട്ട് കണക്ട് ആവാറുണ്ട്. Okay, നല്ല മൂവീസ്, സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ പല ഇമോഷൻസ്. Okay. So I'm just moving on to the content. Gentle breeze makes me happy. Great. നല്ലൊരു കറുത്ത കാറ്റ് വന്നാൽ തന്നെ നമുക്കൊരു സന്തോഷം. Great. Thank you for the contributions. അതെന്താണ്, ദേഷ്യമാണോ ഹരീഷ് സാർ? ഒരാള് നുണ പറയുകയാണെന്ന് അറിഞ്ഞുകൊണ്ട്, സത്യം പറഞ്ഞിരിക്കുക, ഒരാൾ നുണ പറയുകയാണെന്ന് അറിയുമ്പോഴുള്ള അത് നമ്മൾ ട്രിഗർ ചെയ്യും. ഓക്കെ, ലെറ്റ്സ് if you're done, good. Yes. Are you contributing? Breach of trust. Yes. Okay. Meditation. പല കാര്യങ്ങൾ നമ്മളെ അല്ലെ Meditation or yoga can bring peace. Meditation or yoga releases positive emotions. Okay. I'm glad that all of you contributed to positive emotional triggers. ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്തത്, ഞാൻ എഴുതിയിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നെഗറ്റീവ് ഇമോഷണൽ ട്രിഗേഴ്സിന്റെ കാര്യത്തിലാണ് കൂടുതലും. അതാണല്ലോ നമ്മൾ കൂടുതലും മാനേജ് ചെയ്യാനായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദാറ്റ്. നല്ലൊരു ഇൻസൈറ്റ് ആണത്. എനിവേ, നമ്മുടെ ട്രിഗേഴ്സ് പൊതുവെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്നുകൂടെ പോണ റിജക്ഷൻ, നമ്മളെ വേണ്ടെന്ന് വെക്കുക എന്നുള്ളൊരു
അങ്ങനെയുള്ള ഫീലിംഗ് നമുക്ക് തോന്നാം, വഞ്ചിക്കുവാണെന്നുള്ള ഫീലിംഗ് തോന്നാം, അൺഫെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന തോന്നൽ വരുമ്പോൾ ബുദ്ധിമുട്ട്. അപ്പൊ ചിലർക്ക് ഫെയർന് ചിലര് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ചില വാല്യൂസ് ഉണ്ട്. ഓൾ ഓഫ് us have some values വളരെ ഹോൾഡ് ചെയ്യുന്ന ചില വാല്യൂസ് ഉണ്ട്. അതിനനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു അനുഭവം ഉണ്ടാവുക, ഒരാൾ നമ്മളോട് പെരുമാറുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരുപാട് റെസ്പോൺസ്, ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് talking about what I have, fairness is my core value. Fairness, I want to see fairness. I try my best to see fairness, make everything fair for people. അപ്പോൾ അൺഫെയർ ആണ് കാര്യങ്ങളെന്ന് തോന്നുമ്പോൾ ഐ ഫീൽ ആംഗ്രി. സോ അത് ആ ആംഗ്രി ഫീൽ ചെയ്യുന്നത് വരെ കുഴപ്പമില്ല, ബിക്കോസ് ആ ആംഗ്രി എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ അത് കൺസ്ട്രക്റ്റീവ്ലി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ വെൻ ആർ beliefs are challenged, അങ്ങനെ നമുക്ക് ഇമോഷണൽ ട്രിഗേർഡ് ആവും. നമുക്ക് കാര്യങ്ങൾ കൺട്രോളിലല്ല, ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടുന്നു എന്ന് തോന്നിയാൽ നമുക്ക് സങ്കടം, അങ്ങനെ ഓരോ തരത്തിലാണ്. ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരായിരിക്കാം ചിലപ്പോൾ സ്കൂളിലോ കോളേജിലൊക്കെ കുട്ടികളിൽ നിന്നും ഒറ്റപ്പെട്ടിട്ടുള്ളവരായിരിക്കും. ആ ഒരു ഏറ്റവും മുകളിലായിരിക്കും അവർക്ക്. when they go on their life living, എപ്പോഴാണെങ്കിലും ഞാൻ ഒറ്റപ്പെടുവാണോ എന്നെ ഒറ്റപ്പെടുത്തുവാണോ എന്നൊരു ചിന്ത കൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നതന്നെ. അപ്പൊ അങ്ങനെ അതുപോലെ ഒരു സാഹചര്യം, അതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരോട് ചോദിക്കാതെ ഒരു ഒപ്പീനിയൻ എടുക്കുക, അല്ലെങ്കിൽ അവരോട് അവരെ ഉൾപ്പെടുത്താതെ ഒരു സെലിബ്രേഷൻ നടത്തുക, അങ്ങനെയൊക്കെ തോന്നിയാൽ they may feel deeply hurt. ഇതിനൊക്കെ റൂട്ട് ആ ഒരു പഴയ ഒരു അനുഭവമായിരിക്കും. ഡിസപ്രൂവൽ ഓർ ക്രിറ്റിസിസം, അത് ഒരുപാട് പേർക്ക് പ്രശ്നമാണ്. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, പീപ്പിൾ വാണ്ട് ടു ബി ഒരുപാട് കെയർ ചെയ്ത് ക്രിറ്റിസിസംസ് റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരും സ്നേഹത്തോടു കൂടി വേണം അവരെ തിരുത്താനായിട്ട്. കുറ്റപ്പെടുത്തി തിരുത്തപ്പെട്ടവര്, അങ്ങനെ ഒരു മെമ്മറി ഉള്ളവർക്ക് ചൈൽഡ്ഹുഡിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലും പിന്നീട് മറ്റാരെങ്കിലും അവരെ ക്രിട്ടിസൈസ് ചെയ്യുവാണെന്ന് തോന്നിയാൽ അവരപ്പൊ തന്നെ ായിട്ട് ശ്രമിക്കും. കാരണം ദേ ഹാവ് എ പെയിൻ അണ്ടർനീത്ത്. അതിന് കീഴിൽ അവർക്കുള്ളത് വേദനയാണ്. പണ്ട് അവരുടെ സെൽഫ് ഇമേജിനെ, അവരുടെ ഇമോഷനെ ഹേർട്ട് ചെയ്ത് അവരെ വേദനിച്ച അനുഭവമാണ് അവർക്ക് ഓർമ്മ വരിക. സോ ദേ നീഡ് എ ലോട്ട് ഓഫ് ലവ് റാപ്ഡ് അറൗണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ ഇൻസെക്യൂരിറ്റി, ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ്, കൺട്രോൾ ചെയ്യപ്പെടുവാണെന്ന് തോന്നിയാൽ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. says good food makes me happy. Okay, these are emotional triggers. അപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ we understand what are emotional triggers. എല്ലാത്തിനും റീസൺസ് ഉണ്ട്, പാസ്റ്റ് മെമ്മറി ഉണ്ട്, ഒരു wound ഉണ്ട് for negative emotions. Now, how can we manage emotional triggers? First, Alan pointed ഒരു പോയിന്റ് ആണ്, when you feel something, you can feel it in your body. നമ്മുടെ ബോഡിയുടെ സത്യസന്ധമായ ഒരു കാര്യമില്ല. Even if you like your words, your eyes can say, your face can show it. വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ബോഡി എന്താണ് ശരിക്കും. Always listen to your mind and body. എനിക്ക് എപ്പോഴാണ് ഹാർട്ട് റേസ് ചെയ്യുന്നത്, എപ്പോഴാണ് എനിക്കിങ്ങനെ മസിൽസ് ടൈറ്റൻ ആയിട്ട് തോന്നുന്നത്, എപ്പോഴാണ് എനിക്ക് വീക്ക് എടുക്കുന്നത്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ തളർന്നു പോകുന്ന പോലെ തോന്നുമല്ലോ. ബ്ലഷ് വരുമ്പോൾ നമ്മളങ്ങ് ബ്ലഷ് ചെയ്യും, അല്ലെങ്കിൽ മസിൽസ് ടൈറ്റ് ആയിട്ട് തോന്നും. അണ്ടർസ്റ്റാൻഡ് ത്രൂ ഇൻ യുവർ ബോഡി. ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണെങ്കിൽ, ഒരു ഇമോഷൻ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നത് why do I feel എന്താണ് സാഹചര്യമാണ് എനിക്കിപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവാൻ കാരണമെന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് പുറകോട്ട് വെച്ചിട്ട് ചിന്തിക്കും. ഇപ്പൊ ഈ പറഞ്ഞ കമന്റ് സീമിംഗ്ലി ഹാംലെസ് ആണ്. ഈ പറഞ്ഞ ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം ഹാംലെസ് ആണ്, പ്രശ്നമൊന്നും തോന്നുന്നില്ല. എന്താണ് എനിക്കിപ്പോ ഉണ്ടാവാൻ റൂട്ട്സ് എന്താണ് പറഞ്ഞത്?
ഒരാള് നമ്മളെ തിരുത്തുമ്പോ നമ്മൾക്കതിൽ ഇമോഷണൽ റെസ്പോൺസ് അല്ലെങ്കിൽ വീക്ക് ആയതായിട്ടോ നാണക്കേടായിട്ടോ ഷെയിമോ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുവാണ്, എന്നെ വഴക്ക് പറയുവാണ് എന്നൊരു തോന്നലോ ആ ഒരു കറക്ഷൻ എന്നതിലേക്ക് ഫോക്കസ് പോവാതെ ഒരു ഇമോഷണൽ റിയാക്ഷൻ ആണ് നിങ്ങൾ ഒരു വിമർശനം നേരിടുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ നമ്മുടെ കുറ്റമല്ലത്. കാരണം പണ്ട് നിങ്ങളെ വിമർശിച്ചവര് നിങ്ങൾക്ക് വേണ്ടിയിരുന്ന കണക്ഷൻ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന കണക്ഷൻ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട് നിന്നും നിങ്ങളെ മുറിപ്പെടുത്തുന്ന രീതിയിലും നിങ്ങളോട് സംസാരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് വിമർശനത്തെ നിങ്ങൾ വേദനയുമായിട്ടും മുറിവായിട്ടും കണക്ട് ചെയ്യുന്നത്. സോ your brain is connecting criticism to pain and you do not want pain. You want to avoid pain at all cost. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വിഷമം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം നമ്മൾ ഫൈറ്റ് ചെയ്യും. അത് വേണ്ടാന്ന് വെക്കണം. ഒന്നെങ്കിൽ അത് ഓടിപ്പോണം, ഇല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യണം. സോ വാട്ട് ഡു വി ഡു? വിമർശനം കേൾക്കുമ്പോൾ ഒന്നെങ്കിൽ വി ഷട്ട് ഡൗൺ. വഴക്ക് അല്ലെങ്കിൽ ഒരാള് വിമർശിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മള് ഒന്നും മിണ്ടത്തില്ല, ഷട്ട് ഡൗൺ ആകും. ആൻഡ് നമ്മള് വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ റൂമിൽ അടച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ അത് സങ്കടപ്പെട്ടിട്ട് എങ്ങനെയുള്ള കറഞ്ഞു തീർക്കുക. മറ്റൊരു കൂട്ടരാണെങ്കിൽ ഈ ലാഷ് ഔട്ട്, നമ്മൾ ഫൈറ്റ് ചെയ്യുവാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണല്ലോ. അപകടങ്ങൾ എന്ത് കണ്ടാലും ഫൈറ്റ് ചെയ്യാണ്. നമ്മൾ തിരിച്ച് അതിനെ ഒരു പരിചയ വെച്ചിട്ടുന്ന പോലെ നമ്മൾ തിരിച്ചു വിടും. അങ്ങനെ നമ്മൾ അപകടങ്ങളെ തരണം ചെയ്യുന്ന രീതികളാണ്. And it is because we have been hurt in the past. Everything has roots in the and unfortunately everybody gets life differently. എല്ലാവർക്കും ഓരോ ജേർണിയുണ്ട്. Everybody has their own emotional roots. Everybody has their own temperaments. ഓരോരുത്തരുടെ ബയോകെമിസ്ട്രി എല്ലാം ഡിഫറെന്റ് ആണ്. നമ്മൾ ആരും ഇതിൽ നിന്നും രക്ഷപ്പെട്ട് ഇരിക്കുന്നവരല്ല. അതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ ടു ഗോ ബാക്ക് 95 എന്നിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ അതല്ല കാര്യം. പണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ശരി, try to forgive that situation, try to move past the situation. അങ്ങനെ നമുക്ക് തന്നെ കൊടുത്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അൺകംഫർട്ടബിൾ ആയിട്ട് കോൺവെർസേഷൻസ് ചെയ്യുക മറ്റുള്ളവരുമായിട്ട്. പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അത് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക തന്നെ ചെയ്യുക, ഇമോഷണലി കൺട്രോൾഡ് ആയിട്ട് തന്നെ. എപ്പോഴും മറ്റുള്ളവരെ നമ്മളെ ട്രിഗർ ചെയ്യുന്നു. അയാൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്ക്, നമ്മളെ പോലെ തന്നെ ഇമോഷണൽ ട്രിഗർ ഉള്ള ആളാണ് അയാൾ ചിലപ്പോൾ പെയിനിൽ നിന്നായിരിക്കും അങ്ങനെ പറയുന്നത്. ഒരിക്കലും നമ്മളെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല അയാൾ പറഞ്ഞത്. അപ്പൊ ഓൾവേസ് കീപ് എൻ ഓപ്പൺ മൈൻഡ്. ഓൾവേസ് പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് എവറി ഗുഡ് ആർട്ട് ഇറ്റ് നീഡ്സ് പ്രാക്ടീസ്. പിന്നെ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഞാൻ ഓർക്കാറുള്ള ഒരു കാര്യമാണ്, ഡു നോട്ട് ബിലീവ് എവറിങ് യു തിങ്ക്. നമുക്ക് ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വിശ്വസിക്കേണ്ട. ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ഒരാളാണ്. എന്റെ അടുത്തുള്ള എനിക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ടൊക്കെ ഇന്നേ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഫാമിലി ഉണ്ട്. സോ ഡു നോട്ട് ബിലീവ് എവറിങ് യു തിങ്ക്. നിങ്ങൾ ചിന്തിച്ചത് കൊണ്ട് ഒരു കാര്യം സത്യമാണെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. അതിന് അല്ല എന്നുള്ളതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്കെല്ലാം ഉണ്ട് എന്നുള്ളതിന് എനിക്കറിയാം. ഉണ്ടെന്നുള്ളവരെ കൺസെപ്റ്റ് ഇടുക. നമുക്ക് കമന്റ്സിലേക്ക് പോകേണ്ട സമയമില്ല ഇനി. ഓക്കെ, സോ ബിലീവ് എവറിത്തിങ് യു തിങ്ക്. ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, അടുത്തായിട്ട് 3-4 സ്നിപ്പെറ്റ്സ്, ചെറിയ ചിന്തകൾ എന്ന് തന്നെ പറയാം. എനിക്ക് വായിച്ചു കിട്ടിയതാണോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് കിട്ടിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നിൽ സ്റ്റേ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇൻ കണക്ഷൻ വിത്ത് ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളുടെ കാര്യത്തിലും ഈ ഐഡിയയിലും എന്നിൽ സ്റ്റേ ചെയ്യുന്ന 1-2 തോട്ട്സ് കൂടി ഷെയർ ചെയ്തിട്ട് സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഇമോഷണൽ അവോയ്ഡൻസ് ഇസ് നോട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്, ബി പോസിറ്റീവ്, ബി പോസിറ്റീവ്, ബി പോസിറ്റീവ്. ബട്ട് ഡു നോട്ട് മിസ്റ്റേക്ക് ദാറ്റ് വരുന്ന ഇമോഷൻസ്, അത് അൺകംഫർട്ടബിൾ ആയിക്കോട്ടെ, അതിനെയൊക്കെ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും ലേബൽ ചെയ്ത് മാറ്റി നിർത്തുക എന്നതല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ്. Go through that, grow through that. അതിലൂടെ കടന്നു പോവുകയും അതിലൂടെ വളരുകയും ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. Come what may, I will face it എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചാലും നമ്മൾ ഫേസ് ചെയ്യുക.
അവോയ്ഡ് ചെയ്യുന്നതല്ല, ഓടി ഒളിക്കുന്നതല്ല സ്ട്രെങ്ത്. ദേഷ്യം എനിക്കില്ല എന്ന് പ്രിറ്റൻഡ് ചെയ്യലല്ല, സങ്കടമില്ല, ഞാൻ കരയാറില്ല എന്ന് പറഞ്ഞ് നടക്കലല്ല. ഇമോഷൻസ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെന്റ് ഔട്ട് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാത്ത പക്ഷം സൈക്കോളജിയിൽ ആംപ്ലിഫിക്കേഷൻ ആണ് പറയുന്നത്, അഡ്രസ് ചെയ്യപ്പെടാത്ത ഇമോഷൻസ് വിൽ ബി ആംപ്ലിഫൈഡ്, ദേ ഗെറ്റ് സ്ട്രോങ്ങർ. ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടാവുന്നതിന് ഒരു കാരണം, ഇപ്പോൾ ഉണ്ടാവുന്നതിന് എന്നും ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നു. താങ്ക്ഫുള്ളി ഉണ്ടാവുന്നതിന് ഒരു കാരണം is that we are avoiding or ignoring our emotions and we are pretending that we are always happy and peaceful. നമുക്ക് പ്രശ്നമില്ല എന്നുള്ളത് പ്രിറ്റൻഡ് ചെയ്തും ആണ് നമ്മൾ കൂടുതൽ ആൾക്കാരും ജീവിച്ചു പൊക്കോണ്ടിരിക്കുന്നത്. ദാറ്റ്സ് എ മിസ്റ്റേക്ക്. അടുത്തതായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, പവർ ഓഫ് നൗ എന്ന ബുക്കിലെ കാറ്റോലൊക്കെ പറയുന്നത് പോലെ, ഒരു കടതീരത്തിരുന്നാല് തിരകള് വരിക പോവുക, വന്നു പോയും ഇരിക്കും. യു ഡു നോട്ട് ക്യാച്ച് എനി വേവ്. ഇറ്റ് മേ ഡ്രെയിൻസ് യു ബട്ട് യു കാൻ ക്യാച്ച് ഇറ്റ്. അതുപോലെ ഇമോഷൻസ് വിൽ കം ആൻഡ് ഇറ്റ് വിൽ പാസ് ത്രൂ യു, ഇൻ ഫ്രണ്ട് ഓഫ് യു. ജസ്റ്റ് ഒബ്സർവ്. ഇമോഷൻസ് വന്ന് കടന്നു പോകുന്നതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. കൺട്രോൾ ചെയ്യാൻ പോവണ്ട. യു കനോട്ട് കൺട്രോൾ. കടലിലെ തിരകളെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ലാത്ത പോലെ തന്നെ യു കനോട്ട് കൺട്രോൾ യുവർ ഇമോഷൻസ്. യു ഡു നോട്ട് നീഡ് ടു കൺട്രോൾ ഇൻ ദാറ്റ് വേ. ഓക്കെ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. എനിക്ക് എന്ത് ഇമോഷൻ വരും വരണ്ട എന്നുള്ളത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതിൽ ഒരുപാട് ബയോകെമിസ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്, കുഞ്ഞു നാളിലെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ യു കനോട്ട് കൺട്രോൾ വാട്ട് ഇമോഷൻസ് കം. പക്ഷെ നമുക്ക് അതിന് ഇപ്പൊ എനിക്ക് ആങ്കർ വന്നു കഴിഞ്ഞാൽ, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ഞാൻ ദേഷ്യക്കാരി എന്ന് ഞാൻ ചിന്തിച്ചാൽ തീർന്നു. എനിക്ക് ദേഷ്യം വരാറുണ്ട്. ഞാൻ നിരാശയുള്ള ആളാണ് എന്ന് ചിന്തിച്ചാൽ തീർന്നു. എനിക്ക് നിരാശ വരാറുണ്ട്. ഞാൻ അസൂയയാണ്, ഞാൻ ഒരു അസൂയക്കാരിയാണ് എന്ന് ചിന്തിച്ചാൽ തീർന്നു. ബിക്കോസ് യു ആർ ഐഡന്റിഫൈങ് യുവർസെൽഫ് വിത്ത് യുവർ ഇമോഷൻ വിച്ച് ഇസ് ടോട്ടലി റോങ്. എന്തൊക്കെ ഇമോഷൻസ് വന്നാലും അതിലും ഒക്കെ വർത്തി ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇതെല്ലാം മനുഷ്യർക്കുമുള്ള കാര്യങ്ങൾ തന്നെയാണ്. കടലിൽ തീർന്ന Okay, I think that is a mistake. Okay, so just like you watch waves, watch your emotions pass through you. Okay, അടുത്തത് I don't know if it's visible. ഈ ഒരു സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു. അതിൽ വായിച്ചതാണ്. എനിക്ക് അവിടുന്ന് ആ ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. ഓരോ മനുഷ്യർക്കും സന്തോഷിക്കാൻ, ഓരോ മനുഷ്യരിലേക്കും സന്തോഷിക്കാനുള്ള സാധ്യതകൾ ഡിഫറെന്റ്. അതായത് ഒരു ലെവൽ ഓഫ് 0 to 10 ആണെങ്കിൽ സം പീപ്പിൾ ക്യാൻ ബി, അവരുടെ ഒരു സന്തോഷത്തിന്റെ ലെവല് എപ്പോഴും ഒരു 7 to 10 ആയിരിക്കും. അവർക്ക് ഒത്തിരി സന്തോഷിക്കാൻ പറ്റും ചെറിയ കാര്യങ്ങളൊക്കെ. ചില ആൾക്കാർക്ക് പക്ഷെ അവരുടെ ഹാപ്പിനെസിന്റെ ലെവൽ എപ്പോഴും ഒരു 4 to 6 എന്നുള്ളതായിരിക്കും. ഒരു മിഡിലൊക്കെ നിൽക്കും. അവർക്ക് ഒരുപാട് എത്ര വലിയ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാലും അവരുടെ ബേസിക് ഡിസ്പോസിഷൻ അവർ അത്രയൊക്കെ സന്തോഷിക്കാനേ പറ്റുള്ളൂ. അത് അവരുടെ ആരുടെയും തെറ്റല്ല. ഈച്ച് പേഴ്സൺ ഇസ് ഡിഫറെന്റ്. നമ്മുടെ ബയോകെമിസ്ട്രി, നമ്മുടെ ഓരോരുത്തരുടെയും ടെമ്പറമെന്റ് ഓരോന്നോന്ന് പറയുന്നത് പോലെ നമുക്ക് സന്തോഷിക്കാനും സങ്കടപ്പെടാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഡിഫറെന്റ് ആണ് എന്നുള്ളത് തന്നെ നമ്മൾ കുറെ പേർക്ക് ആശ്വാസം തരുന്ന കാര്യമാണ്. നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്, എന്ത് വന്നാലും ഒരു സന്തോഷമില്ലല്ലോ എന്ന്. It's not their mistake. Everybody cannot be jubilant all the time. അങ്ങനെയുള്ള ഒരു നമ്മുടെ ഓരോരുത്തരെയും ബയോകെമിസ്ട്രി ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഇതുപോലെയുള്ള സ്റ്റഡീസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. സം പീപ്പിൾ ആർ ഗ്ലൂമി ബയോകെമിസ്ട്രി. ദേ ആർ ഗ്ലൂമി. അവർ വളരെ പെൻസീവ് ആണ്, വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ബേസിക്കലി. അവർ സന്തോഷിച്ചാൽ ഇത്രയും സന്തോഷം അവർക്ക് വരുള്ളൂ. സം പീപ്പിൾ ആർ ചിയർഫുൾ ഓൾവേസ്. അവർക്ക് പൊതുവിൽ സങ്കടം വരും, പക്ഷെ വളരെ സന്തോഷമാണ്. സന്തോഷത്തോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. എപ്പോഴും ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇറ്റ്സ് ഒന്നും നല്ലതും ഒന്നും ചീത്ത എന്നൊന്നില്ല. ഐ എം ജസ്റ്റ് സെയിങ് ഓരോരുത്തരിലും ഈ ഒരു അണ്ടർലൈൻ കെമിസ്ട്രി ക്യാൻ ബി ഡിഫറെന്റ്. നമ്മള് എപ്പോഴും സന്തോഷിച്ചിരിക്കുക, എപ്പോഴും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ള എക്സ്പെക്ടേഷൻ ഒന്നും പാടില്ല. ഓക്കെ, അടുത്തതായിട്ട് ഓർക്കേണ്ടത്, ഐ ബി ഫിനിഷിംഗ് ഇൻ 2 minutes. Do not apologize for having feelings.
വികാരങ്ങൾ ഉണ്ടാവുന്നതിനെ ഒരിക്കലും അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഐ കം ടു ദാറ്റ്. ഇൻസ്റ്റെഡ് എക്സ്പ്രസ് യുവർ സെൽഫ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. എപ്പോഴും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, എന്നിട്ട് അതിലൊരു ഉത്തരവാദിത്വം എടുക്കുക. ലെറ്റ്സ് സീ ഹൗ ടു ഡു ദാറ്റ്. ഐ എം സോറി ഐ ഗോട്ട് ആംഗ്രി എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രത്യേകിച്ചും കൂട്ടുകാരുടെ അടുത്തും പാർട്ട്നേഴ്സിന്റെ അടുത്തും ഒക്കെ നമ്മൾ പറയാറുണ്ട്, ഞാൻ ദേഷ്യപ്പെട്ടതിൽ സോറി. അത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് അവര് പറയും. നമ്മൾ അതുകൊണ്ടുകൂടി അത് തീർത്തു. പിറ്റേ ദിവസം വീണ്ടും ദേഷ്യപ്പെടും, ഐ എം സോറി ഐ ഗോട്ട് ആംഗ്രി അഗെയിൻ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നു, ഒരു ഐസ്ക്രീം കഴിക്കുന്നു, തീർന്നു. ഷുഡിന്റ് എൻഡ് ദേർ. റിലേഷൻഷിപ്പ് വളരെ ഡീപ്പ് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, അണ്ടർസ്റ്റാൻഡ് വൈ യു ഫെൽറ്റ് ആങ്കർ, ടോക്ക് അബൌട്ട് ഇറ്റ്. ഐ വാസ് ആംഗ്രി, എനിക്ക് ദേഷ്യം വന്നു, സത്യമാണ്, അത് അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമില്ല. ദേഷ്യം വന്നു, ഐ എം സോറി ഇഫ് ഐ സ്കേർഡ് യു അല്ലെങ്കിൽ ഹേർട്ട് യു വെൻ ഐ യെൽഡ്. ഞാൻ ദേഷ്യപ്പെട്ട് ഉറക്കെ ഞാൻ സംസാരിച്ചപ്പോ ഞാൻ നിന്നെ വിഷമിപ്പിച്ചെങ്കിൽ, പേടിപ്പിച്ചെങ്കിൽ കാരണം ഞാൻ ആ ചെയ്ത പ്രവൃത്തി തെറ്റ്, എന്റെ ആങ്കർ അല്ല തെറ്റ്, എന്റെ പ്രവൃത്തിയാണ് തെറ്റ്. നെക്സ്റ്റ് ടൈം ഐ സേ യു അടുത്തായിട്ട് ഞാൻ ഒന്നെങ്കിൽ ശ്വാസം വിടുകയോ ഒന്ന് ശ്വാസം വലിച്ചു വിടുകയോ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തതായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഇത് പ്രത്യേകിച്ചും പേരൻസും കൊച്ചുകുട്ടികളുള്ള പേരൻസ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്സിലായിരിക്കും. എല്ലാവരും മാരീഡ് അല്ലെങ്കിൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്സിലായിരിക്കുന്നവരായിരിക്കും. ഈ രണ്ടു കൂട്ടരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മള് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റുപാട് നമുക്ക് ഹേർട്ട് ഉണ്ടായത് കൊണ്ടല്ല നമ്മൾ സാഡ് ആയിരിക്കുന്നത്, പകരം നമ്മൾ ഹേർട്ട് ഉണ്ടായപ്പോൾ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മളെ വിഷമത്തിലാക്കുന്നത്. So what we can do as parents and as people in intimate relationships is that do not let your loved ones be alone in the hurt. അവർ വിഷമിക്കുമ്പോൾ ഒറ്റയ്ക്കാക്കാതിരിക്കുക, അവരുടെ കൂടെ ആയിരിക്കുക. നമുക്ക് ആരെയും ഹേർട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. We cannot, no matter how much we try, we cannot try. നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ do not make sure that they are not alone when they are hurt. അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഇനി ഹേർട്ട് നമ്മൾ തന്നെയാണ് ഹേർട്ട് ചെയ്തതെങ്കിലും അതിലവരെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ലാസ്റ്റ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെയെന്ന് പറയുമ്പോൾ ourselves fully present, പൂർണ്ണമായും ബോധത്തിലുള്ള, പൂർണ്ണമായും പ്രസന്റിലായിരിക്കുന്ന, ഈ മൊമെന്റിലായിരിക്കുന്ന, സെൽഫ് അവെയർ ആയിരിക്കുന്ന, അത് ഈ പറഞ്ഞ കാര്യങ്ങളെ പോലെയൊക്കെ തന്നെ ഞാൻ എങ്ങനെയാണ്, എനിക്ക് എന്താണ് ദേഷ്യം വരുന്നത്, എനിക്ക് എന്താണ് സങ്കടം വരുന്നത്, സെൽഫ് അവെയർ ആയിരിക്കുന്ന, അക്കാര്യങ്ങളിൽ തന്നെ വർക്ക് ഇടാൻ സന്നദ്ധമായിരിക്കുന്ന നമ്മളെ തന്നെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ്. നമ്മളിൽ തന്നെ പ്രസന്റ് ആയിരിക്കുന്ന, നമ്മളെ കുറിച്ച് അവെയർ ആയിരിക്കുന്ന, നമ്മളിൽ തന്നെ വർക്ക് ഇടാനായിട്ട് സന്നദ്ധമായിരിക്കുന്ന നമ്മളെ തന്നെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക. ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ, എന്തുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത് എന്ന് ഭർത്താവിനോടോ ഭാര്യയോടോ ഗേൾഫ്രണ്ടിനോടോ ബോയ്ഫ്രണ്ടിനോടോ മക്കളോടോ പേരൻസിനോടോ ഒക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബിക്കോസ് യു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്, യു ആർ അവെയർ ദാറ്റ് ദിസ് ഹാസ് ഹേർട്ട് ദം ആൻഡ് യു ആർ വില്ലിംഗ് ടു വർക്ക് ഓൺ ഇറ്റ് ടു ഇംപ്രൂവ് ഇറ്റ്. അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ടു യുവർ ലവ്ഡ് വൺസ്. അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്, പ്രോഗ്രസീവ് ആയിട്ട് പോകേണ്ട കാര്യം തന്നെയാണ്, വർക്ക് ഇടേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, വീണ്ടും ആ ഒരു ലാസ്റ്റ് സ്ലൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് സ്ലൈഡിന്റെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ദിസ് ഇസ് ദി കംപ്ലീറ്റ് കോട്ട്. വിക്ടർ ഫ്രാങ്കൽ എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ സൈക്യാട്രിസ്റ്റ് ആണ്, ഹോളോകോസ്റ്റ് സർവൈവർ ആണ്. അത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് സർവൈവ് ചെയ്ത ആളാണ്. ഓക്കെ, അദ്ദേഹം എഴുതിയ ഒരു ബുക്ക് ഉണ്ട്, മാൻ സെർച്ച് ഫോർ മീനിങ്. ഒരുപാട് വൈഡ്ലി റെഡ് ആയിട്ടുള്ള ബുക്കാണ്. എനിവേ, ഈ കോട്ട് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു കോട്ടാണ്. ഇറ്റ് സേസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദെയർ ഇസ് എ സ്പേസ്. സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇടയിൽ ഒരു ഇടമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. സ്റ്റിമുലസ് എന്താണ്? ഒരു ഉദ്ദീപനം അല്ലെങ്കിൽ ഒരു പ്രകോപനം. അതിനും റെസ്പോൺസ്, അതിന് നിങ്ങൾ കൊടുക്കുന്ന എന്താണ് മറുപടി, അതൊരു പ്രവൃത്തി, അതിനുമിടയിൽ ഒരു ഇടമുണ്ട്. In that space is our power to choose our response. ആ ഒരു സമയത്തിലാണ്, ആ ഒരു ഇടത്തിൽ വെച്ചാണ് നമ്മുടെ ഒരു പവർ ഇരിക്കുന്നത്. എന്തിനാണ് നമ്മുടെ പവർ? നമ്മുടെ മറുപടി, എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു പവർ ഇസ് ലൈങ് there. അതിനിടയിലാണ് നമ്മുടെ ആ ശക്തി. അത് പവറാണ്. ഡിസിഷൻ എന്നോ ചോയ്സോ ഒന്നും അല്ല, ഇറ്റ്സ് ആർ പവർ. അതാണ് നമ്മുടെ പവർ.
സോ ഇൻ our റെസ്പോൺസ് നമ്മൾ എന്ത് റെസ്പോൺസ് ആണ് കൊടുക്കുന്നത് അതിലാണ് നമ്മുടെ വളർച്ചയും നമ്മുടെ സ്വാതന്ത്ര്യവും അടങ്ങിയിരിക്കുന്നത്. ഈ പറഞ്ഞ സ്പേസ് അല്ലേ, നമുക്ക് പ്രകോപനങ്ങൾ ഉണ്ടാവും, ട്രിഗറുകൾ ഉണ്ടാവും, നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനിടയിൽ ഇടമുണ്ട് എന്ന് ഓർക്കുക. ആ ഒരു ഇടത്തെ ക്രിയേറ്റീവായി യൂസ് ചെയ്യുക. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസ് ദാറ്റ് സ്പേസ് ക്രിയേറ്റീവ്ലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി in an effort to make lasting impressions, lasting relationships and happiness, what not. അങ്ങനെയാണ് ആ ഒരു റെസ്പോൺസ് ചൂസ് ചെയ്യാൻ ഇടമുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഓർക്കുക. അത് ചൂസ് ചെയ്യുക. അവിടെയാണ് നമ്മുടെ പവർ ഇരിക്കുന്നത്. അതിലാണ് നമ്മുടെ വളർച്ചയും നമ്മുടെ സ്വാതന്ത്ര്യവും. കൺട്രോൾ ബൈ യുവർ ഇമോഷൻസ്, യു ആർ എ സ്ലേവ് ടു യുവർ ഇമോഷൻസ് അല്ലേ. ചൂസ് ദാറ്റ് പവർ. So these are some references that I took, and thank you so much. Thank you so much. Right. Okay, thank you, JC Obia, for the wonderful session. So, any feedback from the two participants? ഇത്രയും മനോഹരമായ സെഷൻ കേട്ടിരുന്ന നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും രണ്ടുപേർക്ക് ഫീഡ്ബാക്ക് പറയാം. ഹലോ, നമ്മൾ വെയിറ്റ് ചെയ്ത ഇന്റർനാഷണൽ ഫീഡ്ബാക്ക് ഇപ്പൊ വരും. ദേ വന്നു കഴിഞ്ഞു. I just want to say it was well conducted, Obianti. I really thought it was very informative, and I've learned a lot about emotional intelligence and controlling my emotions, identifying my emotions, and it was very well conducted by you. And I have learned a lot of different emotions that could occur to a human. And now, because of that, I'm able to leave this class very knowledgeable of this particular field of psychology. And so thanks to you. Thank you. Thank you so much, Alan. Means a lot. Your active participation has tremendously impacted my session. Thank you so much. Thank you so much, Alan. മറ്റൊരാൾ കൂടി ഫീഡ്ബാക്ക് പറയാനുള്ള സ്പേസ് ഉണ്ട്. One more. നമസ്കാരം, എൻ്റെ പേര് ജയ്ദീപ് പി വി. ഞാൻ കുറെ നേരം കേൾക്കണ്ടായിരുന്നു. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. അത് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു സമയം കൊണ്ട് തീർക്കേണ്ട ടോപ്പിക് അല്ല, വളരെ വാസ്റ്റ് ഒരു ടോപ്പിക് ആയിട്ട് ആ ടോപ്പിക് വളരെ ചുരുക്കമായിട്ട് തന്നെ നല്ല ബ്രാൻഡായിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. റിയലി നൈസ്, ഗ്രേറ്റ്. ഇനിയും നല്ല അവസരങ്ങൾ കിട്ടട്ടെ, അതുപോലെ തന്നെ നല്ല പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. Thank you so much. Once again, thank you so much, dear friends. കഴിഞ്ഞ 6 ദിവസമായി നമ്മുടെ സോൺ 20 ഓർഗനൈസ് ചെയ്ത ആൽക്കമി എന്ന പ്രോഗ്രാം അവസാനിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു 6 ദിവസം കടന്നുപോയതെന്ന്. വളരെ വേഗത്തിൽ അത് കടന്നുപോയി. ഒത്തിരി സന്തോഷം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ഒരു പ്രോഗ്രാം വിജയിക്കാൻ വേണ്ടി ഒപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സോൺ ഡയറക്ടർ ട്രെയിനിങ് എന്നുള്ള രീതിയിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം പ്രൊഫഷണൽ സോൺ ട്രെയിനേഴ്സ് ആയിട്ട് അസൈൻമെന്റ് ചെയ്യുന്ന നമ്മുടെ കഴിഞ്ഞ 6 സെഷൻസ് ചെയ്ത ട്രെയിനേഴ്സ് നിഷിൽ, മെജോ, അനി, ഫെയ്സി, ഡോക്ടർ ബിന്ദു ആൻഡ് ഒബിയ ജോളി. തീർച്ചയായിട്ടും നമ്മുടെ സോൺ 20ക്ക് വരും വർഷങ്ങളിൽ മികച്ച ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉള്ള 6 ട്രെയിനേഴ്സിനെ കിട്ടുന്നു എന്നുള്ളതും അഭിമാനകരമാണ്. സോ ആൽക്കമി ഇവിടെ അവസാനിക്കുമ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ ആശയങ്ങളുമായി സോൺ 20യുടെ ട്രെയിനിങ് ഏരിയ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഒപ്പം 6 ദിവസവും ഈ സെഷനിൽ മുടങ്ങാതെ പങ്കെടുത്തവരുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ മെസ്സേജ് ചെയ്യാം. ആ നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് ചെയ്യുക. സോൺ 20 പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ നമ്പർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 6 ദിവസവും ആക്റ്റീവായിട്ട് പങ്കെടുത്ത പാർട്ടിസിപ്പൻസിൽ നിന്ന് ഒരു പാർട്ടിസിപ്പന്റിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് പാർട്ടിസിപ്പന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. ഏറ്റവും മികച്ച പാർട്ടിസിപ്പന്റ് ആയിട്ട് ആൽക്കമി ട്രെയിനിങ് സീരീസിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് GCI കാക്കനാട് സൈബർ സിറ്റിയുടെ
ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള പേര് പറയാമോ? എല്ലാ ദിവസം പങ്കെടുത്തവർക്ക് പേരറിയാം. യെസ്, ഇറ്റ്സ് നൺ അതർ ദാൻ JC ഐശ്വര്യ ബോസ്. കൺഗ്രാറ്റുലേഷൻ ഐശ്വര്യ. അടുത്ത നമ്മുടെ സോൺ 20യുടെ ഒരു ഫിസിക്കൽ ഈവന്റിൽ വെച്ചിട്ട് സോൺ ട്രെയിനിങ് ഏരിയയുടെ ഒരു റെക്കഗ്നീഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി. May I take a moment to thank the participants? പ്ലീസ്. എന്റെ ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ രാവിലെയൊക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഒരു പ്രിയപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരുടെ മുൻപിലാണ് ഇന്ന് സെഷൻ എടുക്കാൻ പറ്റിയത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്തതിനും. Thank you so much for the active participation. Thank you. ഒപ്പം സോറി വിട്ടുപോയി, നമ്മുടെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നമ്മളൊപ്പം നിന്ന സാൻബൽ എഡ്യൂടെക് ഏജൻസിയെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു, അതിന്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരെയും. ഒപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നോൺ JC's ഫ്രണ്ട്സ്, 6 ദിവസവും കോളേജ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എല്ലാം പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും, ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കുന്ന നോൺ JC's ഫ്രണ്ട്സ്, ഒബിയുടെ റിലേറ്റീവ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി. Thank you all. Thank you so much.